ഗായ്സ് ഇപ്പോൾ സമയം 7:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഉറങ്ങി എണീറ്റതേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ ഇവിടുത്തെ ക്ലൈമറ്റ് ഒക്കെ എങ്ങനെയാണെന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. പാലക്കാട് ഗായ്സ് ഞാൻ വന്ന അപ്പം മുതൽ ഇവിടെ മഴയായിരുന്നു കേട്ടോ. അപ്പോഴാണ് ഇവിടെ കുറച്ച് തോർന്നിരിക്കുന്നത്. ഇവിടെ തെങ്ങിലൊക്കെ ഫുള്ള് വെള്ളമാണ് കേട്ടോ. കണ്ട ഇവിടെ തെങ്ങിൽ തടം എടുത്തിരിക്കുകയാണ്. പുറത്ത് ഊട്ടിക്ക് പോയ ഫീൽ ഉണ്ട് ഗൈസ്. എനിക്ക് അവിടെ ഉള്ളതിനേക്കാളും തണുപ്പ് ഇവിടെയാണ് ഫീൽ ചെയ്യുന്നത് കേട്ടാ. ഞാൻ കാണിച്ചു തരാം. എന്റെ ചെരുപ്പിട്ട് പുറത്തേക്ക് വന്നാണ്. ഇങ്ങനെ വെള്ളം ഇങ്ങനെ കുത്തി ഒലിച്ച് വരും കേട്ടാ. എനിക്ക് വെള്ളത്തിലൊക്കെ കളിക്കാൻ ഇഷ്ടമാണ്. എന്താ പാടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഗൈസ്. ശരിക്കും പറഞ്ഞാൽ നിങ്ങള് പാലക്കാടിന്റെ ഭംഗി അറിയണം എങ്കിൽ കേരളത്തിന്റെ ഭംഗി അറിയണമെങ്കിൽ നിങ്ങൾ പാലക്കാട് വരണം കേട്ടാ. ഈ സൗണ്ടൊന്നും ഞാൻ ശരിക്കും എടപ്പാള് കേൾക്കാറില്ല കേട്ടാ. നിങ്ങൾ ആ പാടത്തിന്റെ വ്യൂ ഒന്ന് കാണാൻ മക്കൾ. കുളം കാണിച്ചു തരട്ടെ. ഞാൻ തിരിച്ചു വരുമ്പോൾ കുളം കാണിച്ചു തരാം. കുളമൊക്കെ നിറഞ്ഞ് വീട്ടില് തൊടിയിലൊക്കെ വെള്ളമാണ്. തെങ്ങിന്റെ കുഴിയിലൊക്കെ ഫുള്ളും വെള്ളമാണ്. ഞാൻ കാണിച്ചു തരാം. എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ ഉറങ്ങി എണീറ്റതേ ഉള്ളൂ. ഇനി അമ്മ അവിടെ ഇവിടെ പോയിരിക്കുകയാണ്, ഇവിടെ പോയിരിക്കുകയാണ് ഇങ്ങനെ പറയാൻ വേണ്ടി തുടങ്ങും. കാല് ചെളിയായി ഗൈസ്. പാടം കാണിച്ചു തരാട്ടാ. നോക്കുക പാടം. നിങ്ങൾക്ക് അവിടെ വെള്ളം പോകുന്ന സൗണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ എനിക്കറിയില്ല. പക്ഷെ ഇവിടെ നിന്ന് നിന്ന് കുളത്തിൽ നിന്നുള്ള വെള്ളം, അവിടുത്തെ കുളത്തിൽ നിന്നുള്ള വെള്ളം നമ്മൾ അവിടെ ഒരു ഇതുണ്ട്, ഒരു ഇതുപോലത്തെ സാധനമുണ്ട്, അതിലാക്കിയിട്ട് ഈ പാടത്തുനിന്ന് അപ്പുറത്തേക്ക് ആക്കണം. അപ്പൊ ഗൈസ് ഇങ്ങനെയാണ് പാടം. ഓക്കെ, പാലക്കാടിന്റെ ഒരു മഴ പെയ്ത് തോർന്നിട്ടുള്ള ഒരു ഇത് പറഞ്ഞാൽ ഇങ്ങനാണ് കേട്ടോ. പോകുന്ന വഴി കൂടെ നിങ്ങൾ ആലോചിക്കണം കേട്ടാ. ഞാൻ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. ആ ചെരുപ്പും കാലൊന്ന് എങ്ങനെ ചെളിയായിട്ടാ. ഇനി നമ്മൾക്ക് പോയി കുളം കാണാം. കോഴി കത്തുന്നുണ്ട്. കുളം കണ്ടുകഴിഞ്ഞിട്ട് പോയിട്ട് അവന്റെ വായിലുള്ള ചീത്ത കേൾക്കാം. കാരണം അവൻ ചെരുപ്പ് നനയ്ക്കാതെ വെച്ചിരുന്നതാണ്. അതൊന്നും നമുക്ക് പ്രശ്നമല്ല ഗൈസ്. നമുക്ക് എന്താ പാടത്തിന്റെ ഭംഗി ആസ്വദിക്കാൻ. ഇത് ഈ സാധനം ഉണ്ടല്ലോ, ഇത് അങ്ങനെ ഡ്രസ്സിന്മേലൊക്കെ പറ്റി പിടിക്കണ്ട. അപ്പൊ ഞാൻ എന്നെ ചവിട്ടി കൊന്നിട്ടാ പോകുന്നത്. ഓക്കെ, കൊല്ലാനത് ജീവിയല്ല, ഇതൊരു ചെടിയാണ് ഗൈസ്. ദൈവമേ ഗൈസ്, കാണണം. എന്റെ പാല് ഫുള്ള് ചെളിയായിട്ടുണ്ട്. ഇതാണ് കുളം കേട്ടോ. വീടിന്റെ ഫ്രണ്ടിൽ കുളമാണ്. ഇത് കുളം, ഇതെങ്ങ് അതാ കാണുന്ന നമ്മുടെ വീട്. വൈബാണ് ഗൈസ്. ഇവിടെ ഭയങ്കര തണുപ്പാണ്. പക്ഷെ ചൂടാണെങ്കിൽ ഭയങ്കര ചൂടാണ്. തണുപ്പ് ഈ സീസണായ റെയിനി സീസണായി ഭയങ്കര തണുപ്പാണ്. നിങ്ങള് പാൻറ്റിന്റെ ഇതൊന്ന് നോക്കണേ. ഉള്ളി ചെളി പിടിച്ചിട്ട് അമ്മയുടെ അടുത്ത് പോയാൽ ബാക്കി ദൈവമേ ബാക്കി കേൾക്കാൻ നമുക്ക് ഇപ്പൊ എന്തായാലും വീട്ടിൽ പോവാം. അതൊക്കെ കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരം പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. പിന്നെ ഞാൻ എന്താ കുളിച്ചൊക്കെ കഴിഞ്ഞ് നോക്കുന്നുണ്ട്. കാലിന്റെ തോല്, അടിഭാഗത്തെ തോല് പറഞ്ഞു പോകുന്നുണ്ട്. ഞാൻ ഇപ്പൊ കുളിച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാൻ കാലിന്റെ അടി തൊട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് കാര്യമായി എന്തോ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ എന്താണെന്ന് എനിക്ക് അറിയില്ല. ഞാൻ ആ കൊതുക് എൻ്റെ ബാറ്റ് ചാർജ് ചെയ്ത് ഇങ്ങനെ നോക്കിയിട്ടിരിക്കുമ്പോഴാണ് കാലിങ്ങനെ ഇങ്ങനെ ഞാൻ തൊട്ട് നോക്കുന്നത്. എന്തായതാന്ന് എനിക്ക് അറിയുന്നില്ല കേട്ടോ. തോലെന്തായാലും കാര്യമായിട്ട് പോകുന്നുണ്ട് കേട്ടോ. ഇവിടെ അമ്മ നോക്കാം. അമ്മ ഇവിടെ ഇല്ല. അമ്മ വന്നിട്ട് നോക്കാം. അമ്മ മരിച്ച ഒരു വീട്ടിലെ ചടങ്ങിന് പോയിരിക്കാം. അത് വന്നിട്ട് അമ്മ വന്നിട്ട് നോക്കാം. അവിടെ നിന്ന് വന്നിട്ട് ഓക്കെ. അത് നോക്കിയിരിക്കുമ്പോഴത്തേനും അമ്മ അവിടെ മരിച്ച വീട്ടിൽ നിന്ന് നേരെ അങ്ങോട്ടേക്ക് വരാൻ, മരിച്ച വീടല്ല, മരണം കഴിഞ്ഞ് കുറച്ച് ദിവസമായിട്ട്. അപ്പം നമ്മൾ ടൗണിലേക്ക് പോകാമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഇവന്റെ മുഖം ഞാൻ എന്താന്ന് വെച്ചാ ഞാൻ ടൗണിലേക്ക് പോവാ. കണ്ണട തിരിച്ചു വയ്ക്കാറുണ്ട്.
ഇത് ഭയങ്കര രസകരമാണ് കേട്ടോ. കാണിച്ചു വെച്ചിരിക്കുന്നത് ഞാനും അമ്മയും കൂടെ ഒന്ന് ടൗണിലേക്ക് പോകാൻ അപ്പൊ ഞാൻ തറവാട്ടിലേക്ക് കൊണ്ടുപോകണം കേട്ടോ. അവിടെ നിന്ന് 2 ഇത് വലിച്ചിട്ടുണ്ട് ഗൈസ്. ഇതിന് ശരിക്കും നമ്മുടെ ഇവിടെ പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ കുയ്യാക്ക എന്ന് പറയും കേട്ടാ. കുയ്യാക്ക അങ്ങനെ പറയും, പക്ഷെ പേരക്കാന്നും പറയും. ഇപ്പൊ ചില പേര് പേരക്ക പറയും, ചില പേര് കുയ്യാക്കാന്ന് പറയും. കൂടുതൽ പേർക്കും പേരക്ക പറഞ്ഞതായിരിക്കും അറിയുക. പിന്നെ ഞാനും അമ്മയും കൂടെ ഞാൻ തറവാട്ടിൽ പോയി അവിടെ നിന്ന് നേരെ ഞാൻ അമ്മനെ കണ്ട് ബസ് കയറിയിട്ട് നമ്മളിപ്പോൾ ഇതാ ഓട്ടോയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ കടയിലേക്ക്. അപ്പോൾ ഇതാ നമ്മൾ MKയിലേക്കാണ് പോയത് കേട്ടോ. അപ്പോൾ കുറേ നാളായി ഞാൻ ഇങ്ങനെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി വന്നിട്ട് കേട്ടോ. അപ്പോൾ അമ്മ പറയണത് നീ എന്താ എടുക്കുന്നത് എന്നൊക്കെ കൊണ്ട് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ കയറിയിട്ടോ, അവിടെ കയറിയത് എൻ്റെ അമ്മ ഉണ്ട് ഫുള്ള് നാഗവല്ലിയാവാണ്. പൊന്നു ഇത് പൊന്നു അത് എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ട എല്ലാത്തിനെയും തൊട്ട് 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 നോക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ അമ്മയ്ക്ക് സാരിയൊക്കെ വാങ്ങിച്ചു കൊടുത്തായിരുന്നു. പിന്നെ ഇത് നമ്മൾ അച്ചമ്മയ്ക്ക് സെറ്റ് മുണ്ട് നോക്കാൻ വേണ്ടിയിട്ട് വന്നായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് നേരം സെറ്റ് മുണ്ടൊക്കെ നോക്കി ആ സാധനങ്ങളൊക്കെ എടുത്ത് എന്താ ബില്ല് പേ ചെയ്യാൻ വേണ്ടി നിൽക്കായിരുന്നു. അപ്പോൾ തന്നെ എനിക്ക് കാല് വേദനിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ പുറത്താണെങ്കിൽ നല്ല മഴയും, പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ലായിരുന്നു ഗൈസ്. അപ്പോൾ ടൗണിലേക്കൊക്കെ പോയിട്ട് വന്നിട്ടുണ്ട്. അപ്പത്തേനും തന്നെ മഴ വന്നപ്പോൾ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ലായിരുന്നു. ഇപ്പൊ ഞാൻ തൊഴുതത് എന്താന്ന് വെച്ചാൽ ഇവിടെ അമ്പലത്തിൽ ഈ ഒരു ടൈമായ ഇപ്പൊ സമയം 6:15 ഈ 6:15 എന്ന് പറഞ്ഞാൽ ഇവിടെ സൗണ്ട് കേൾക്കുന്നില്ലേ, പടക്കം പടക്കമല്ല ഇതിന്റെ പേര്, കഥന വെക്കും എന്ന് പറയും. ഇപ്പൊ നമ്മളിങ്ങനെ തൊഴും, ഇങ്ങനെ തൊഴുണ്ട് എപ്പോഴും വെക്കണ്ട. അപ്പൊ ഇതൊക്കെ കൊണ്ടാണ് എനിക്ക് നാട് ഇഷ്ടം കേട്ടോ. കാരണം നാട് എന്ന് പറഞ്ഞാൽ അതൊരു വേറെ ഫീലാണ്. മഴ വന്നു, മഴ കാരണമാണ് ഞാൻ വീട് എടുക്കത്തെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ എനിക്കായിരുന്നു ടൗണിൽ പോയിട്ട് കുറച്ച് പർച്ചേസ് ചെയ്തു. അമ്മ ഫുള്ള് നാഗവല്ലി, എന്താ പറയാ, അതന്നെ സരീസ കോഴി വരുന്നുണ്ട്. ഒരു മിനിറ്റ്. കോഴി മഴയായി എന്ന് പറഞ്ഞ കോഴി അതിന്റെ വീട്ടിലേക്ക് പോകണ്ടേ, അത് പോകുന്നില്ല, ഇവിടെ കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുക. എന്റെ അടുത്ത് ഒരു വടി തന്നിട്ടുണ്ട് കേട്ടാ. കോഴി ഇവിടെ കേറിപ്പോവരുത്, കേറാതെ ഇരിക്കാൻ വേണ്ടിട്ടാണ് ഈ വടി ഇട്ടാ. ഓക്കെ, അപ്പൊ ആ വടിനെ പിടിച്ചിട്ട് ഞാനിതാ സേഫ് വടി ഇങ്ങോട്ടേക്ക് വന്നാൽ ഞാൻ തല്ലി കൊല്ലും എന്ന് പറഞ്ഞിട്ടായിരിക്കണം. ഓൾറെഡി വീട്ടില് ചിക്കനാണ്. അപ്പൊ അമ്മ പറയുന്നുണ്ട് കുഞ്ഞെന്താ അതിന്റെ മേലൊന്നും ഇതാക്കല്, എറിയണ്ട, ഇങ്ങനെ ഇങ്ങനെ തട്ടിയാ മതി, നിലത്തിങ്ങനെ ഇങ്ങനെ തട്ടിയാ മതി എന്ന് അമ്മ പറഞ്ഞിട്ടാണ് എനിക്ക് വടി തന്നത്. ഞാൻ അത്ര ക്രൂരയൊന്നും അല്ല ഗൈസ്, എന്നല്ല ഞാൻ പറയാ. ഞാൻ കൊല്ലൊന്നുമില്ല ഇതിനെ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാത്തത്. അപ്പൊ നമ്മള് ടൗണിലൊക്കെ പോയിട്ട് വന്നിട്ടുണ്ട്. കോഴി എന്റെ വീട്ടിലേക്ക് കേറിയിട്ടുണ്ട്. മഴയും വന്നുണ്ട്. പിന്നെ ഗൈസ് എന്താണ് ഞാൻ എന്താ പറയുന്നതെന്ന് വെച്ചാ, മഴയാണ്, എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കുക. ഇപ്പൊ നമ്മള് ന്യൂസിലാണെങ്കിൽ ഫുള്ളും തന്നെ എല്ലായിടത്തും വെള്ളം കയറി എല്ലായിടത്തും. ഇപ്പൊ നമ്മുടെ ഈ വീടിന്റെ ഫ്രണ്ടിൽ ഞാൻ രാവിലെ വീഡിയോയിൽ കാണുന്ന ആ കൊള്ളാണെങ്കിൽ തന്നെ ഫുള്ള് അതിന്റെ എന്താ പറയാ, അറ്റം വരയ്ക്കും വെള്ളം ഫുള്ള് നിറഞ്ഞിരിക്കുകയാണ്. ഇവിടെ പാടത്തേക്ക് വെള്ളം തുറക്കുന്നത് കൊണ്ടാണ് അതൊരു ലിമിറ്റിൽ ഇങ്ങനെ നിൽക്കുന്നത്. പിന്നെ ഇവിടെ തൊടിയിലൊക്കെ വെള്ളമാണ്. വീട്ടില് നമ്മളെ തെങ്ങിന് തടം എടുത്തിട്ടുണ്ടായി, അത് ഫുള്ള് നിറഞ്ഞു നിൽക്കാണ്. അപ്പോ ഇവിടെ തന്നെ ഈ ഒരു സാധാരണ ഈ ഒരു ഏരിയയിൽ ഇങ്ങനെ വെള്ളം നിൽക്കാറില്ല. അപ്പൊ ഇങ്ങനെയാണെങ്കിൽ നിങ്ങള് കോട്ടയത്താണെങ്കിലും, കോട്ടയം, പത്തനംതിട്ട അവിടെയൊക്കെ ഭയങ്കര ഫ്ലഡ് ആയിട്ടുണ്ട്. എല്ലായിടത്തും ഉണ്ട്, പക്ഷെ ഞാൻ ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാണ്. അപ്പൊ എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കുക. പുറത്തേക്ക് പോകുന്നവരാണെങ്കിൽ തന്നെ മഴയുള്ളപ്പോ ഈ മരത്തിന്റെ താഴെയൊന്നും നിൽക്കാതിരിക്കുക കേട്ടോ. അത്രയൊക്കെ പറയുള്ളൂ. ഇപ്പൊ നമ്മുടെ വീടിന്റെ അവിടെ കുറച്ചപ്പുറത്തെ ഇങ്ങനെ പിള്ളേര് അവിടെ ഇരിക്കും, അമ്പലത്തിലൊക്കെ ഇരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞായിരുന്നു, വീട്ടിലിങ്ങനെ പറഞ്ഞായിരുന്നു, ഈ പിള്ളേര് ഇവിടെ അല്ലേ ഇരിക്കുന്ന അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ. അപ്പൊ എന്താ പറയാ, എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കുക എന്നാണ് ഞാൻ ഇതിന്റെ കൂടെ പറഞ്ഞു വരുന്നത്. ഞാൻ സേഫ് എന്തായാലും, അപ്പൊ നിങ്ങളും സേഫ് ആയിട്ട് ഇരിക്കുക. അത്രയ്ക്കുള്ളൂ. നിങ്ങളിപ്പോ വിചാരിക്കുന്ന എന്തിനാ ഇങ്ങനെ വലിയ തത്വമൊക്കെ പറയണു. തത്വം പറച്ചിലല്ല, ഞാൻ സീരിയസ് ആയിട്ട് പറയാം കേട്ടാ. എല്ലാവരും നമ്മള് സൂക്ഷിച്ചാ ദുഃഖിക്കണ്ട, അത്രേ ഉള്ളൂ. ഇതിലിപ്പോ വലിയ തത്വം പറച്ചിലും അങ്ങനെയൊന്നും അല്ല. എന്നാലും പറയാ, സേഫ് ആയിട്ട് ഇരിക്കുക എല്ലാവരും. കാരണം എന്തെങ്കിലും വന്നു പോയിട്ട് അയ്യോ വന്നു പോയില്ലേ, അങ്ങനെ ആയില്ലേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളെന്താണ് പോസിബിലിറ്റി തിങ്ക് ചെയ്യണം. പോസിറ്റീവ് തിങ്കർ ആയിട്ട് കാര്യമില്ല. നമ്മള് പോസിബിലിറ്റി, മഴ വരും. പോസിറ്റീവ് തിങ്കർ എന്താണ്,
അത് ശരിയാവും. അത് അങ്ങനെ ആവില്ല, അങ്ങനെ. പക്ഷെ പോസിബിലിറ്റി തിങ്കർ എന്താന്ന് വെച്ചാൽ മഴ വരുന്നു പറഞ്ഞിട്ട് മുൻകൂറായിട്ട് കുട എടുക്കും. അതാണ് പോസിബിലിറ്റി തിങ്കർ. അപ്പൊ നമ്മള് സേഫ് ആയിട്ട് ഇരിക്കുക. പിന്നെ നമുക്ക് വരാനുള്ളത് എന്തായാലും നമുക്ക് തന്നെ വരുമല്ലോ. അത്രയ്ക്കുള്ളൂ. ബൈ ഗൈസ്. വീഡിയോ ഇവിടെ നമുക്ക് എൻഡ് ചെയ്യാം. ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു ഞായറാഴ്ച. നാളെ നമ്മൾ ഓഫീസിൽ പോകും. ഞാൻ പിന്നെ അവിടെ ഇരിക്കും കേട്ടോ. ഇന്നത്തെ വീഡിയോ ബൈ.